വെൽക്കം ടു സിനിമോസഫി. വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു കാർത്തി നായകനാകുന്ന വാവാദ്യാർ. പലതവണ റിലീസ് തീയതി മാറ്റിയ സിനിമയുടെ റിലീസ് ഇപ്പോൾ കോടതി തടഞ്ഞിരിക്കുകയാണ്. ഇനി എന്ന് റിലീസാകുമെന്ന് ഒരു പിടുത്തവുമില്ല. വാവാദ്യാറിനു വേണ്ടി അത്രത്തോളം കാത്തിരിക്കാൻ ഒരേയൊരു കാരണം മാത്രമേയുള്ളൂ: നളൻ കുമാരസ്വാമി. ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് നളന്റെ ഒരു സിനിമ റിലീസിനൊരുങ്ങുന്നത്. അത് ഇനി എന്ന് റിലീസാകുമെന്ന് അറിയില്ല. 2 സിനിമകൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. 2 സിനിമകളിലും വിജയ് സേതുപതി തന്നെയായിരുന്നു നായകൻ. 2013 അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ സൂതുകാവും ഇറങ്ങുന്നത്. ഇന്നും ആ സിനിമയെ വെല്ലുന്നൊരു ഡാർക്ക് ഹ്യൂമർ സിനിമ തമിഴിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. രണ്ടാമത്തെ സിനിമ 2016 ഇറങ്ങിയത്. കാതിലും കടന്നുപോകും. റീമേക്ക് ചെയ്യപ്പെടുന്ന ഒരു സിനിമ ഒറിജിനൽ സിനിമയേക്കാൾ നന്നാവുന്നത് വളരെ അപൂർവമാണ്. മൈ ഡിയർ ഡെസ്പെരാഡോ എന്ന കൊറിയൻ സിനിമയുടെ ഔദ്യോഗിക റീമേക്ക് ആയിരുന്നു കാതിലും കടന്നുപോകും. ഒറിജിനൽ സിനിമയേക്കാൾ മികച്ച സിനിമയാണ് കാതിലും കടന്നുപോകും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നളൻ കുമാരസ്വാമിയുടെ കാതിലും കടന്നുപോകും എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. 2 പേർക്കിടയിൽ ഉടലെടുക്കുന്ന വിവരിക്കാനാകാത്ത ഒരു റിലേഷന്റെ ആഖ്യാനമാണ് കാതിലും കടന്നുപോകും എന്ന സിനിമ. വിജയ് സേതുപതിയുടെ കതിർ, മഡോണയുടെ യാഴിനി, ഈ 2 കഥാപാത്രങ്ങൾ യാദൃശികമായി കണ്ടുമുട്ടുന്നതും അവർ പരസ്പരം എങ്ങനെ ജീവിതത്തിൽ കണക്ട് ആകുന്നു എന്നുമാണ് സിനിമ പറയുന്നത്. വളരെ നോർമലായ, നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് കഥ വികസിക്കുന്നത്. എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ കണ്ടുമറന്ന മുഖങ്ങളോ നമുക്കറിയാവുന്നവർ തന്നെയോ ആണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും. ഒരു ബ്ലാക്ക് കോമഡി സിനിമയാക്കിയാണ് ആദ്യഘട്ടത്തിൽ ഈ സിനിമ നളൻ എഴുതിയിരുന്നത്. എന്നാൽ നളൻ ചെയ്ത സൂതുകാവും എന്ന സിനിമയ്ക്ക് ശേഷം ബ്ലാക്ക് ഹ്യൂമറുകളുടെ കുത്തൊഴുക്കായിരുന്നു തമിഴിൽ. അതിനാൽ ആ ട്രെൻഡ് പിന്തുടരണ്ട എന്നുള്ളതുകൊണ്ട് നളൻ കാതലിന്റെ സ്ക്രിപ്റ്റ് വീണ്ടും മാറ്റി എഴുതുകയായിരുന്നു. അതെന്തുകൊണ്ടും നല്ല തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയധികം റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. പറഞ്ഞു വന്നത്, നമ്മളിൽ ഒരാൾ തന്നെയാണ് കതിർ എന്ന സേതുപതിയുടെ കഥാപാത്രം. ഹീറോ എലമെന്റ്സ് ഒന്നുമില്ലാതെയാണ് നളൻ ആ കഥാപാത്രത്തെ എഴുതിയിട്ടുള്ളത്. പറയുമ്പോൾ ഒരു റൗഡിയാണ് കതിർ. എന്നാൽ സിനിമകളിൽ നമ്മൾ കാണുന്ന സ്ഥിരം റൗഡിയല്ല അയാൾ. അയാൾക്ക് പിന്നാലെ ഒരു കൂട്ടമോ ആയുധബലമോ ഇല്ല. തനിച്ചാണ് അയാൾ ജീവിക്കുന്നതും അടിപിടിക്ക് പോകുന്നതും. മിക്കവാറും എല്ലാ അടിപിടികളിലും ഇങ്ങോട്ടാണ് അടികിട്ടാറുള്ളതും. അങ്ങനെ പരാജയപ്പെട്ട ഒരു റൗഡിയാണ് അയാൾ. പക്ഷേ സമൂഹത്തിൽ ഉന്നതിയിൽ എത്തണമെന്ന അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അയാളെ റൗഡിയായി നിലനിർത്തുന്നത്. അതുകൊണ്ട് മാത്രമാണ് അയാൾ പുറമേക്ക് ടെറർ ലുക്ക് ഇട്ട് നടക്കുന്നത്. എന്നാൽ അകമേ ഒരു പാവമാണ് താനും. യാഴിനി. ശരിക്കും ഈ സിനിമ യാഴിനിയുടെ കഥയാണ് പറയുന്നത്. അവളുടെ കഥയിലൊരു ഗസ്റ്റ് റോൾ മാത്രമാണ് കതിരിനുള്ളത്. യാഴിനിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. പല സിനിമകളിലും നായികമാർക്കുണ്ടാകുന്ന ആകെ പ്രശ്നം പ്രണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകും. എന്നാൽ ആ തരത്തിലല്ല യാഴിനിയെ സിനിമ പരിചയപ്പെടുത്തുന്നതും നളൻ ആ ക്യാരക്ടറിനെ ട്രീറ്റ് ചെയ്യുന്നതും. സ്വന്തം കാലിൽ നിൽക്കണം, അതിന് നല്ല ജോലി വേണം എന്നതാണ് യാഴിനിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവൾ ചെന്നൈയിലെത്തുന്നതും. എന്നാൽ അവളുടെ കമ്പനി അടച്ചുപൂട്ടുന്നതോടെ അവളുടെ ജോലി പോകുന്നു. അവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അവരുടെ പ്രശ്നങ്ങളിലാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്. ആ പ്രശ്നങ്ങളുടെ പരിഹാരം മാത്രമാണ് കതിർ എന്ന കഥാപാത്രം. സിനിമയുടെ തുടക്കത്തിൽ കതിരിനെ അവൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അയാളുടെ വേഷവും തൊഴിലും വെച്ച് കതിരിനെ അവൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്. കതിർ അഥവാ ആക്രമിക്കുകയാണെങ്കിൽ രക്ഷക്കായി അവൾ പെപ്പർ സ്പ്രേ വരെ വാങ്ങുന്നുണ്ട്. എന്നാൽ അവൾ സങ്കല്പിച്ചതിൽ നിന്ന് നേരെ വിപരീതമാണ് കതിരെന്ന് പതിയെയാണ് അവൾക്ക് മനസ്സിലാകുന്നത്. തൊഴിൽ, വേഷം, സ്റ്റാറ്റസ് ഇതൊന്നും ഒരാളെ നല്ല മനുഷ്യനോ ചീത്ത മനുഷ്യനോ ആക്കില്ലെന്ന് അവളിലൂടെ സിനിമ നമുക്കും പറഞ്ഞു തരുന്നു. അവൾ മോശം മനുഷ്യനെന്ന് വിചാരിച്ച കതിരാണ് ബോധം കെട്ടുകിടക്കുമ്പോൾ അവളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്നാൽ വേഷവും ജോലിയും കണ്ട് അവൾ നല്ല മനുഷ്യനെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ജോലി കിട്ടണമെങ്കിൽ അവളോട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാൻ പറയുന്നത്. ഇങ്ങനെ സമൂഹത്തോടുള്ള അവളുടെ എല്ലാ കാഴ്ചപ്പാടുകളും കതിരിനെ പരിചയപ്പെടുന്നതോടെ കീഴ്മേൽ മറിയുന്നുണ്ട്. ഒരർത്ഥത്തിൽ യാഴിനിയുടെ ജീവിതത്തിൽ അവൾ കണ്ടുമുട്ടുന്ന ഒരു മാലാഖയാണ് കതിർ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും വന്നു പോകാറുണ്ട്. എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന ചിലർ. പക്ഷേ അവർ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതായിരിക്കില്ല. പലപ്പോഴും നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളെയും ഫിലോസഫികളെയും എല്ലാം അവർ പാടെ മാറ്റിമറിക്കും. എന്നാൽ ജീവിതകാലം മുഴുവൻ അവർ നമ്മോടൊപ്പം കാണുകയുമില്ല. ചിലപ്പോൾ അത് പ്രണയമാകാം, ചിലപ്പോൾ സൗഹൃദമാകാം, ചിലപ്പോൾ എന്താണെന്ന് വിവരിക്കാൻ കഴിയാത്ത റിലേഷനുമാകാം. സൗഹൃദത്തിൽ മുകളിൽ പോയിട്ടുണ്ടാകും. എന്നാൽ പ്രണയത്തിൽ എത്തുന്നതിന് മുൻപ് അവർ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യും. യാഴിനിയുടെ ജീവിതത്തിൽ അങ്ങനെ വരുന്നൊരു മനുഷ്യനോ മാലാഖയോ ആണ് കതിർ. അവളുടെ ജീവിതം മാറ്റിമറിക്കുന്നത് അയാളാണ്. ഒരു സുപ്രഭാതത്തിൽ അവളുടെ ജീവിതത്തിൽ നിന്ന് കതിർ മാഞ്ഞു പോകുകയും ചെയ്യും. യാഴിനിക്കും കതിരിനും ഇടയിലുള്ള ആ റിലേഷന്റെ ഫീൽ എന്താണോ ആ ഫീലാണ് പടത്തിന് മുഴുവനായി ഉള്ളത്. പടം കണ്ടു കഴിയുമ്പോൾ ആ ഫീൽ ഒരു ചെറുചിരിയായി കാണുന്നയാളുടെ മുഖത്ത് വിരിയും. പ്രണയമാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാൽ സൗഹൃദമാണോ എന്ന്
ചോദിച്ചാൽ അല്ല. അതിനിടയിൽ നിൽക്കുന്ന പേരില്ലാത്ത ഒരു റിലേഷനാണ് യാഴിനിക്കും കതിരിനുമിടയിൽ ഉടലെടുക്കുന്നത്. പ്രണയം സിനിമയിൽ എവിടെയും ചർച്ച ചെയ്യുന്നു പോലുമില്ല. പ്രണയത്തിനപ്പുറമുള്ള ഒരു ഫീലാണ് സിനിമ കൺവേ ചെയ്യുന്നത്. കാതലും കടന്നു പോകുമെന്ന പേര് പോലും അതാണ് സൂചിപ്പിക്കുന്നത്. സിനിമയുടെ അവസാനം പെട്രോൾ പമ്പിൽ വെച്ച് കതിരിനെ യാഴിനി കാണുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന ചിരി പ്രണയത്തിൽ നിന്നുണ്ടാകുന്നതല്ല. അവളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരാളാണ് കതിർ. അവൾ ഇന്നെത്തി നിൽക്കുന്ന പൊസിഷന് കാരണമായവൻ. കതിർ കാരണം അവൾക്കുണ്ടായ സക്സസ് അയാൾ അറിയണമെന്ന് യാഴിനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ജോലി കിട്ടിയത് അറിയിക്കാൻ മഴയത്ത് അയാൾക്ക് വേണ്ടി അവൾ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അയാൾ വരുന്നില്ല. കതിരിനെ പിന്നീട് ഒരിക്കലും അവൾ കാണുന്നുമില്ല. അവസാനം കാണുന്നത് പെട്രോൾ പമ്പിൽ വെച്ചാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കി പൊടുന്നനെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞുപോയ എത്രയോ മനുഷ്യരുണ്ടാകും. ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടും വീണ്ടും കാണാൻ കഴിയാതെ പോയ, ബന്ധം നിലനിർത്താൻ കഴിയാതെ പോയ മനുഷ്യർ. അങ്ങനെ ഒരാളെ യാദൃശ്ചികമായി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമ്മുടെ സന്തോഷം എത്രമാത്രം ഉണ്ടാകും. ആ ഒരു സന്തോഷമാണ് നമുക്ക് യാഴിനിയുടെ മുഖത്തും കാണാനാകുന്നത്. അവരുടെ റിലേഷന് പുറമെ ഒരുപാട് കാര്യങ്ങൾ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ക്യാപിറ്റലിസത്തെ സിനിമ ശക്തമായി വിമർശിക്കുന്നുണ്ട്. കതിരിന്റെ ആഗ്രഹം ഒരു ബാർ മുതലാളിയാകണമെന്നാണ്. ആ ആഗ്രഹത്തിന് പിന്നിലുള്ള കാരണമെന്താണെന്ന് യാഴിനി ചോദിക്കുന്നുണ്ട്. 3-4 തലമുറയായി ജോലിക്കാരാണ് തങ്ങളുടെ കുടുംബമെന്നും തന്റെ ജനറേഷൻ മുതൽ അതിനൊരു മാറ്റം ഉണ്ടാകണമെന്നും അതിനാൽ താനൊരു ബാർ മുതലാളിയാകണമെന്നുമാണ് കതിർ പറയുന്നത്. ഒരവസരത്തിൽ മണികണ്ഠന്റെ കഥാപാത്രം സോറി അണ്ണ അറിയില്ല എന്ന് കതിരിനോട് പറയുന്നുണ്ട്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി, സോറി വേണ്ട എന്ന് കതിർ മറുപടിയും പറയുന്നുണ്ട്. പൊസിഷനിൽ തനിക്ക് മുകളിലുള്ള ഒരാളോട് തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും സോറി പറയുന്ന കീഴ്വഴക്കത്തെയാണ് സിനിമ ചോദ്യം ചെയ്യുന്നത്. യാഴിനിയുടെ കമ്പനിയിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ സമയം നീട്ടിക്കിട്ടാൻ കതിർ വെറുതെ പങ്കെടുക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ആരാണ് നിങ്ങളെന്ന് കതിരിനോട് ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് ചോദിക്കും. അത് നിങ്ങളാണ് സാർ പറയേണ്ടത് എന്നാണ് കതിരിന്റെ മറുപടി. ഇത് വെറും കോമഡിയായി നമുക്ക് തോന്നാം. എന്നാൽ കതിർ അത് സീരിയസ് ആയാണ് പറയുന്നത്. നമ്മൾ എന്തു ധരിക്കണം, എന്തു കഴിക്കണം, എന്തു ഇഷ്ടപ്പെടണം എന്നെല്ലാം കുത്തക ഭീമന്മാരാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് കതിർ പറയുന്നത്, ഞാൻ ആരാണെന്ന് നിങ്ങളാണ് പറയേണ്ടത് സാർ എന്ന്. ഇങ്ങനെ ക്യാപിറ്റലിസത്തെ വിമർശിക്കുന്ന നിരവധി സീനുകളും സംഭാഷണങ്ങളും സിനിമയിലുണ്ട്. ബാർ ലൈസൻസ് എടുത്തു തരണമെന്ന് കതിർ അവന്റെ മുതലാളിയോട് പറയുമ്പോൾ പോയി പോസ്റ്റർ ഒട്ടിക്കാനാണ് അയാൾ കതിരിനോട് പറയുന്നത്. ഇതേ സമയം തന്നെയാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന യാഴിനിയെ കൊണ്ട് ഇന്റർവ്യൂ ബോർഡ് പാട്ടുപാടി ഡാൻസ് കളിപ്പിക്കുന്നത്. മുതലാളിത്തത്തിന്റെ കളിപ്പാവുകളാണ് സാധാരണ ജനങ്ങളെന്ന റിയാലിറ്റിയാണ് സിനിമ കാണിച്ചു തരുന്നത്. ജോലി കിട്ടണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് യാഴിനിയോട് പറഞ്ഞയാളെ കതിർ അടിക്കുന്നുണ്ട്. രണ്ടുപേരെയും പോലീസ് പിടികൂടുകയും വേഷവും ജോലിയും കാരണം തെറ്റു ചെയ്ത അയാളെ പറഞ്ഞു വിടുകയും കതിരിനെയും യാഴിനിയെയും ചീത്ത പറയുകയുമാണ് പോലീസ് ചെയ്യുന്നത്. ഇങ്ങനെ മൈന്യൂട്ടായി പല കാര്യങ്ങളും സിനിമ സംസാരിച്ചു പോകുന്നുണ്ട്. കാതിലും കടന്നു പോകുമെന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും കാതിലും കടന്നു പോകുമെന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.